ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവര അവകാശ നിയമം 2005. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ സുഹൃത്തുക്കളെ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം 2005 ആണ് പഠിക്കാൻ പോകുന്നത്. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിലും PSC സ്ഥിരമായിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. എന്താണ് സുഹൃത്തുക്കളെ വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാരിനെയും അതിന്റെ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. സർക്കാരിനെയും അതിന്റെ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ജൂൺ മാസം 15-ാം തീയതി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്, പഠിച്ചോളേ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ജൂൺ മാസം 15-ാം തീയതി. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ാം തീയതി. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയും വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ അത് 2005 ജൂൺ മാസം 15-ാം തീയതിയാണ്. ഈ 2 വർഷവും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത്രയും നാൾ PSC വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പൊ PSC കൃത്യമായിട്ടുള്ള ഡേറ്റ് കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഈ 2 പോയിന്റും പഠിക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. പഠിക്കുക. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. നമ്മുടെ ജനാധിപത്യത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. വർഷം സഹിതം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ 2ാമത്തെ സംസ്ഥാനം ഗോവയാണ്. വർഷം 1997 തന്നെയാണ്. പക്ഷേ മാസത്തില് വ്യത്യാസമുണ്ട്. വിവരാവകാശ നിയമം പാസാക്കിയ 2ാമത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. ഗോവയും 1997 തന്നെയാണ് വിവരാവകാശ നിയമം പാസാക്കിയത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 ആണ്. ഇത് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
തമിഴ്നാടും ഗോവയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കർണാടകം 2000-ലാണ് കർണാടകത്തിൽ വിവരാവകാശ നിയമം വന്നത്. രാജസ്ഥാനിലും അതേ വർഷം തന്നെ 2000-ലെ വിവരാവകാശ നിയമം വന്നു. ആസാമിൽ 2002-ൽ വിവരാവകാശ നിയമം വന്നു. മഹാരാഷ്ട്രയിലും 2002-ൽ തന്നെയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലും വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2003-ലാണ്. മധ്യപ്രദേശിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2003-ലാണ്. ജമ്മു കാശ്മീരിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2004-ലാണ്. ജമ്മു കാശ്മീരിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2004-ലാണ്. ഇവിടെ സുഹൃത്തുക്കൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ എങ്ങനെ പെടുമെന്നുള്ളത്. അക്കാലത്ത്, അതായത് ഈ വിവരാവകാശ നിയമം നിലവിൽ വരുന്ന സമയത്തും അതിനു മുമ്പും ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണ് അത് കേന്ദ്രഭരണ പ്രദേശമായത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 അങ്ങ് പഠിക്കുക. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ആയിരുന്നു. ഡൽഹിയിൽ 2001 തന്നെ വിവരാവകാശ നിയമം നിലവിൽ വന്നു. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി ആയിരുന്നു. 2001 തന്നെ എന്ത് ചെയ്തു? ഡൽഹിയിൽ വിവരാവകാശ നിയമം വന്നിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 1997-ലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8-ആണ്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സുഹൃത്തുക്കളെ. തമിഴ്നാട്, ഗോവ 1997 വന്നു. കർണാടകയിലും രാജസ്ഥാനിലും വിവരാവകാശ നിയമം 2000 നിലവിൽ വന്നു. ആസാമിലും മഹാരാഷ്ട്രയിലും 2002 വിവരാവകാശ നിയമം നിലവിൽ വന്നു. മധ്യപ്രദേശില് 2003 വിവരാവകാശ നിയമം നിലവിൽ വന്നു. ജമ്മു കാശ്മീരിൽ 2004 വിവരാവകാശ നിയമം നിലവിൽ വന്നു. അങ്ങനെ 8 സംസ്ഥാനങ്ങൾ വിവരാവകാശ നിയമം 2005 വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം നിലവിൽ വന്നിരുന്നു. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിലെ 2001-ലായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പഠിക്കുക. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002-ആണ്. പഠിച്ചോളണേ, PSC +2 ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002-ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം, ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്തുവാണ് സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇത് പ്രകാരം വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കുന്നു. പഠിച്ചോളണേ, PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകാരം വിവരാവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. വിവരാവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1976-ലെ രാജ് നരേൻ ബൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസ്. അധികം സുഹൃത്തുക്കൾ കേട്ട് കാണില്ല, എന്നാലും പഠിക്കുക. വിവരാവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് ചോദിച്ചാല് 1976-ലെ രാജ് നരേൻ ബൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാനന്മാർ ജനങ്ങളാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി എന്ന് കൂട്ടിച്ചേർത്തു. ഈ പോയിന്റ് ഒന്ന് പഠിച്ചോളേ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാന്മാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും അന്ന് ആ കേസിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കാൻ കാരണമായ ഒരു സംഘടനയുണ്ട്. ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കാൻ കാരണമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയി. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് അരുണ റോയി ആണ്.
മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? രാജസ്ഥാനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം, ഈ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇത് പ്രകാരം വിവരാവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിൽ പെടുന്നതാണ്. വിവരാവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് ചോദിച്ചാല് 1976 രാജ് നരേൻ വൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാന്മാർ ജനങ്ങളാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി ഇതിനോടുകൂടി കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ ഈ കേസിനോടൊപ്പം കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസാക്കാൻ കാരണമായ സംഘടന ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 6 ആണ്. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 31 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 31 ആണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണം 2 ആണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണമാണെങ്കിൽ അത് 2 ആണ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണമാണെങ്കിൽ 31 ആണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 2 ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകാം, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകാം. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. ഒന്നുകൂടി പറയാം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO എന്ന് നമുക്ക് പറയാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ APIOക്ക് കൊടുക്കാം. ഇങ്ങനെ 2 പേർക്ക് മാത്രമേ നമുക്ക് വിവരാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. ഫസ്റ്റ് പോയിന്റ്, നമ്മളൊരു അപേക്ഷ അല്ലെങ്കിൽ നമ്മളൊരു വിവരാവകാശം നൽകിക്കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരേണ്ടത് ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകർക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമായിരിക്കും. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകർക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കൈകളിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവാദമില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റു ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുവാദമില്ല. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമുണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ
അധികാരം ആരുടെ കയ്യിലാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുവാദമില്ല. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സഹായം തേടിയാൽ അത് നിരസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷ നടപ്പിലാക്കുവാൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട്. ഈ പോയിന്റ് പഠിച്ചോളണേ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഒരു സഹായം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് അത് നിരസിക്കാൻ കഴിയില്ല. അങ്ങനെ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷ നടപ്പിലാക്കുവാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അപേക്ഷയും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫീസർക്കുള്ളൂ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപേക്ഷകളും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ളൂ. പഠിക്കുക. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകളും അപ്പീലുകളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറേണ്ടതാണ്. അല്ലാതെ പുള്ളിക്കാരൻ ഡയറക്റ്റ് അതിന്റെ മേൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് പഠിക്കുക. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിൽ ലഭിക്കുന്ന അപേക്ഷകള് അപ്പീലുകൾ എന്ത് ചെയ്യുക? നേരെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ആർക്കാണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുന്നതിനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഒത്തിരി പേർക്ക് തെറ്റുന്ന പോയിന്റ് ആണ്. പഠിക്കുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുവാനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കില്ല. അതിനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. അസിസ്റ്റന്റിന് അധികാരമില്ല. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സഹായം തേടിയാൽ അത് നിരസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷ നടപ്പിലാക്കാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷനുണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. അപേക്ഷയും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ളൂ. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകളും അപ്പീലുകളും ആർക്ക് നൽകണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറേണ്ടതാണ്. അല്ലാതെ അതിനകത്ത് തീരുമാനമെടുക്കാൻ ആർക്ക് അധികാരമില്ല? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുവാനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനില്ല. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ ഉള്ളൂ. പഠിക്കുക. അടുത്തതാണ് വിവരാവകാശ നിയമം സമർപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് വിവരാവകാശ നിയമം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ തുക എത്രയെന്നാണ് ചോദിക്കുന്നത്. 10 രൂപയാണ്. എത്രയാ സുഹൃത്തുക്കളെ? 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഔദ്യോഗിക ഭാഷകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സമർപ്പിക്കാം, ഹിന്ദിയിൽ സമർപ്പിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷകൾ ഏതിൽ വേണമെങ്കിലും സമർപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ നിയമത്തിന് വേണ്ട അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇനി നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ പ്രാദേശിക ഭാഷയിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് മാത്രമേ വിവരാവകാശ നിയമത്തിന് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. അതായത് നമുക്കൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിന്റെ പേരും കൊടുത്തിട്ട് നമുക്ക് വിവരാവകാശം വേണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിക്കും കേട്ടോ. അപ്പോ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല.
സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. അതായത് നമ്മള് വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷ എഴുതി തീർത്തിട്ട് ഏറ്റവും അവസാനം ഏതെങ്കിലും ഒന്നിന്റെ സെക്രട്ടറി എന്നോ പ്രസിഡന്റ് എന്നോ പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. വ്യക്തമായിട്ട് നമ്മുടെ പേര് അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? നമ്മുടെ വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുള്ളൂ. പഠിക്കുക. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അവകാശമില്ല. പഠിക്കുക. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് പോലും അവകാശമില്ല. പഠിക്കുക. ഒന്നുകൂടി പറയാ, ഇമ്പോർട്ടന്റ് ആണ്. വിവരം എന്ത് ആവശ്യത്തിനാണ് അപേക്ഷകൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അവകാശമില്ല. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അപേക്ഷകർ സ്വീകരിക്കേണ്ടതാണ്. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കണം. ആരാണ്? വിവരാവകാശ കമ്മീഷൻ. മറക്കല്ലേ. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അറിയേണ്ടതുണ്ടെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറി ആ വിവരം അപേക്ഷകനെ അറിയിക്കേണ്ടതുണ്ട്. ആരാണ്? വിവരാവകാശ കമ്മീഷൻ. ഇതൊന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മളൊരു ഗവൺമെന്റ് സ്ഥാപനത്തിനെതിരെ ഒരു വിവരാവകാശം കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെ വിവരാവകാശം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ ചെന്ന് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷന്റെ കയ്യിൽ എന്ത് ചെയ്യും? നമ്മുടെ അപേക്ഷ സമർപ്പിക്കും. ഈ സമർപ്പിച്ച അപേക്ഷ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിലാണോ വിവരാവകാശം വേണ്ടത് അവർക്ക് എന്ത് ചെയ്യണം? നൽകണം. ആരാണ്? ഈ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ. അതിനുശേഷം അവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവ് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ വിവരം എന്ത് ചെയ്യണം? അയച്ച നമ്മളോട് പറയുകയും വേണം വിവരാവകാശ കമ്മീഷൻ. ഇതാണ് അവസാനത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറി ആ വിവരങ്ങൾ അപേക്ഷകനെ അറിയിക്കേണ്ടതാണ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഔദ്യോഗിക ഭാഷകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ അവകാശമില്ല. ആർക്കാണ്? വിവരാവകാശ കമ്മീഷന്. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ആ വിവരം അപേക്ഷകനെ അറിയിക്കേണ്ടതുമാണ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികൾ. വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി തുക അടയ്ക്കാവുന്നതാണ്. കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? തുക അടയ്ക്കാവുന്നതാണ്. ഗവൺമെന്റ് ട്രഷറികൾ മുഖാന്തരം നമുക്ക് തുക അടയ്ക്കാവുന്നതാണ്. അതായത് വിവരാവകാശത്തിന് വേണ്ടി വരുന്ന തുക നമുക്ക് എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന്, കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി. എന്താണ്? കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി നമുക്ക് അടയ്ക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ട്രഷറികളിൽ തുക നമുക്ക് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിൽ നേരിട്ടെത്തി റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിൽ നമുക്ക് നേരിട്ടെത്തിയിട്ട് റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയും ബാങ്ക് ചെക്ക് വഴിയും നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതുപോലെ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ചില ബാങ്കുകൾ, പ്രത്യേകിച്ച് SBI അങ്ങനെയുള്ള ബാങ്കുകളിലൊന്നും ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൈസ അടയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു നിയമമുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്നുകൂടി പറഞ്ഞു തരാം. വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികൾ ചോദിച്ചാല് കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾ വഴി നമുക്ക് തുക അടയ്ക്കാവുന്നതാണ്. ഗവൺമെന്റ് ട്രഷറികളിൽ തുക നമുക്ക് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിലെത്തിയിട്ട് റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. അതായത് അവരെ ഓഫീസിൽ കൊണ്ടുവന്ന് നമുക്ക് പൈസ അടയ്ക്കാതെ ചുരുക്കം കേട്ടോ സുഹൃത്തുക്കളെ. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴിയും നമുക്ക് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാം. അതുപോലെ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. പഠിക്കുക. അടുത്തതാണ് നമ്മളൊരു
വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ ലഭിക്കുമെന്ന് അറിയണം അല്ലെ, നമുക്ക് തിരിച്ച് മറുപടി എപ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് അറിയണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സമയപരിധി എന്നുള്ളത്. എന്താണ് സമയപരിധി എന്നുള്ളത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ, ഒന്നുകൂടി എടുത്തു പറയാം, അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. 35 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മറുപടി ലഭിക്കണം. തമ്മിൽ തെറ്റിപ്പോവരുത്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ +2 മുതൽ ഡിഗ്രി വരെ ചോദിച്ചിട്ടുണ്ട്. 1-2 തവണ LDക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി പക്കാ LD ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരും, അതുകൊണ്ട് പഠിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറിനാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം. ഇത് ആർക്ക് കൊടുത്താലും, കേട്ടോ സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും ശരി, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും മതി, ആർക്കാണെങ്കിലും ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമായതുകൊണ്ടാണ് കേട്ടോ. മൂന്നാം കക്ഷി കൂടി ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അപ്പോൾ കക്ഷി ചേരുമ്പോഴേ അതിലൊരു മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. AB എന്ന് പറഞ്ഞ 2 കക്ഷിയോടൊപ്പം നമ്മൾ ഒരു കക്ഷിയെ കൂടെ ചേർത്ത് C എന്ന് പറഞ്ഞ മൂന്നാമതൊരു കക്ഷിയെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി എന്താണ്? 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള സമയപരിധി 10 ദിവസമാണ്. കൺഫ്യൂഷൻ ആവല്ലേ. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന് വേണ്ട സമയപരിധി എത്രയാണ്? 5 ദിവസം. അതായത് നമ്മളൊരു വിവരാവകാശം കൊടുത്തു എന്ന് കരുതുക, അതില് മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനുള്ളിൽ ആ കക്ഷിയോട് ചോദിക്കണം അയാളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ അഭിപ്രായം നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ 10 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ഇൻഫർമേഷൻ കമ്മീഷന് തിരിച്ചു കൊടുക്കുകയും വേണം. ഇതാണ് കേട്ടോ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സംഭവം ഒന്നിലെ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ. ഈ മൂന്നാം കക്ഷിയോട് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനകത്ത് കാര്യം പറഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു വിവരാവകാശം വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് 5 ദിവസത്തിനകത്ത് ആര് പറഞ്ഞ് ചോദിച്ചിരിക്കണം? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചിരിക്കണം. ഇനി വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? 10 ദിവസത്തിനുള്ള അതിനുള്ള റിപ്ലൈയും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ മറുപടിയും കൊടുത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി 5 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി എത്രയാണ്? 5 ദിവസമാണ്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷയ്ക്ക് തീർപ്പ് ലഭിക്കാതെ അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷയ്ക്ക് തീർപ്പ് ലഭിക്കാതെ അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളില്. മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ നൽകാം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി 30 ദിവസം. വ്യക്തമായ കാരണമുണ്ടെങ്കിൽ മാത്രം 45 ദിവസം വരെ അത് നീണ്ടു പോകാം കേട്ടോ. ഒന്നാം അപ്പീല് തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാ സുഹൃത്തുക്കളെ? 30 ദിവസം.
വ്യക്തമായ കാരണമുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് 45 ദിവസം വരെ നീട്ടിവെക്കാം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി 90 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി 90 ദിവസത്തിനുള്ളിലാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി ചോദിച്ചാല് സമയപരിധിയില്ല. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒന്നുമില്ല സംഗതി സുഹൃത്തുക്കളെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മളൊരു വിവരാവകാശം കൊടുക്കണമെന്ന് കരുതുക. ഈ വിവരാവകാശം കൊടുത്ത് നമുക്ക് മറുപടി ലഭിക്കാൻ നമ്മൾ കുറച്ച് ഡേറ്റുകൾ പറഞ്ഞല്ലോ, 35 ദിവസം 30 ദിവസം എന്നൊക്കെ പറഞ്ഞ ഡേറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ആ ഡേറ്റുകളിൽ നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീലിന് പോകാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പോയിന്റ്സ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നതാണ്. ഒന്നുമില്ല സംഗതി, നമ്മളൊരു വിവരാവകാശം കൊടുത്തു എന്ന് കരുതുക. അപ്പോ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിക്ക് 30 അല്ലെങ്കിൽ 35 ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള റിപ്ലൈ ലഭിക്കണം. ഇങ്ങനെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പീൽ നൽകുക എന്നുള്ളത്. എന്ത് നൽകണം, അപ്പീൽ നൽകണം. ഇങ്ങനെ അപ്പീൽ നൽകണമെങ്കിൽ അതിനൊരു സമയപരിധി ഉണ്ട്. അതായത് നമ്മൾ കൊടുത്ത വിവരാവകാശ അപേക്ഷയുടെ മറുപടി ലഭിക്കുന്ന ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ, എത്രയാണ്, 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുത്തിരിക്കണം. 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഇനി ഒന്നാമത്തെ അപ്പീൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പീല് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ, അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ നമ്മളോട് പറയുവാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടൊരു റിപ്ലൈ നമുക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഒരു മറുപടി നമുക്ക് ലഭിച്ചിരിക്കണം. ഇനി ഒന്നാം അപ്പീൽ നമ്മൾ കൊടുത്തു, നമുക്ക് ഒരു റിപ്ലൈയും തിരിച്ച് യാതൊരുവിധ മറുപടിയും പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ നിന്ന് ലഭിച്ചില്ല എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം അപ്പീൽ സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ രണ്ടാം അപ്പീൽ നമ്മൾ സമർപ്പിക്കണമെങ്കിൽ അത് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉപയോഗമില്ല. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ സമർപ്പിച്ചിരിക്കണം. എന്നാൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്തെന്ന് അങ്ങോട്ട് വരും കേട്ടോ. സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, പഠിക്കുക. വിവരാവകാശ നിയമപ്രകാരം നൽകുവാൻ കഴിയാത്ത വിവരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് PSC ഒത്തിരി തവണ ചോദിച്ചതാണ് കേട്ടോ സുഹൃത്തുക്കളെ. വിവരാവകാശ നിയമപ്രകാരം നൽകുവാൻ കഴിയാത്ത വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്രീയ സുരക്ഷയെയും ഇന്ത്യയുടെ യുദ്ധതന്ത്രം, ശാസ്ത്ര സാമ്പത്തിക താല്പര്യം, ഇന്ത്യയുടെ ശാസ്ത്ര സാമ്പത്തിക താല്പര്യം, അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയും സംബന്ധിച്ച വിവരങ്ങള് നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്രീയ സുരക്ഷയെയും അതുപോലെ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെയും ശാസ്ത്ര സാമ്പത്തിക താല്പര്യത്തെയും അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ വഴി നമുക്ക് റിപ്ലൈ ലഭിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലുകളുടെയോ അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്നതോ കോടതി ഉത്തരവുകൾ വഴി പരസ്യപ്പെടുത്തുന്നതും തടഞ്ഞിരിക്കുന്നതുമായ വിവരങ്ങൾക്ക് വിവരാവകാശം വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണലിലോ ഇരിക്കുന്ന ഒരു കേസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉത്തരവുകളോ ആണ് നമുക്ക് വിവരാവകാശമായിട്ട് ലഭിക്കണമെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ ഒരിക്കലും നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല. പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, എനിക്കൊരു ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ് വളരെ നഷ്ടത്തിലാണ്. തൊട്ടടുത്ത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഒരു കക്ഷിയുണ്ട്, അയാളുടെ ബിസിനസ് വളരെ ശക്തമായിട്ട് നടക്കുവാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് കരുതുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോയി വിവരാവകാശ കമ്മീഷൻ അടുത്ത് പറയാണ് ആ അപ്പുറത്തുള്ള വ്യക്തി എന്ത് രീതിയിലാണ് വ്യാപാരം നടത്തുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും? വിവരാവകാശ കമ്മീഷൻ ഓടിച്ചു വിടും കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന അല്ലെങ്കിൽ വ്യാപാര രഹസ്യങ്ങള്, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾക്ക് ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുവാൻ കഴിയില്ല. പഠിക്കുക. ഒരാൾക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായ ബന്ധങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങള് ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. അതായത് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള ചേട്ടൻ ആരുടെങ്കിലും ഒക്കെ നുണ കേട്ടിട്ട് വന്നു കഴിഞ്ഞാല് വിവരാവകാശ നിയമപ്രകാരം പോയിട്ട് അയാൾ എന്ത് നുണയാണ് കേട്ടതെന്ന് ചോദിച്ചാല് വിവരാവകാശ കമ്മീഷൻ നമുക്ക് വിവരങ്ങളൊന്നും തരൂല, തലയ്ക്ക് തട്ടി പറഞ്ഞു വിടും. ഓക്കെ, അപ്പൊ ഒരാൾക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായിട്ടാണ്, ഈ പരസ്പര വിശ്വാസം മൂലം മറ്റൊരാൾ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊന്നും വിവരാവകാശം വഴി നമുക്ക് ലഭിക്കില്ല. പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ചോദിക്കാൻ കഴിയില്ല. പരസ്പര വിശ്വാസത്തിലെ വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച വിവരങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? വിവരാവകാശം വഴി ലഭിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്നതായ യാതൊരു വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമം വഴി ലഭിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടമാകുന്ന രീതിയിലുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് ഏത് വഴി ലഭിക്കില്ല? വിവരാവകാശ നിയമം വഴി ലഭിക്കില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് ലംഘനമാകുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശം വഴി ലഭിക്കില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് ലംഘനമാകുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശം വഴി ലഭിക്കില്ല. കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ, ഒന്നുകൂടി പറയാം, ഒരു കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ എന്നിവയ്ക്ക് തടസ്സം വരുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ കമ്മീഷൻ വഴി ലഭിക്കില്ല. ഒരു കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ എന്നിവയ്ക്ക് തടസ്സം വരുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ കമ്മീഷൻ വഴി ലഭിക്കില്ല. ഈ പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പിഴ ശിക്ഷ നൽകുന്ന കാരണങ്ങൾ. അതായത് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പിഴ ശിക്ഷ നൽകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ എല്ലാവരും ഇനി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യായമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ശിക്ഷ നടപ്പിലാക്കും. ന്യായമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക. ആവശ്യപ്പെട്ട വിവരങ്ങൾ നിശ്ചിത തീയതിക്കകം നൽകാതിരിക്കുക. ആവശ്യപ്പെട്ട വിവരങ്ങളെ നിശ്ചിത തീയതിക്കകം നൽകാതിരിക്കുക. തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ മനഃപൂർവ്വം നൽകുക. ആവശ്യപ്പെട്ട വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക. തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ മനഃപൂർവ്വം നൽകുക മാത്രമല്ല, ആവശ്യപ്പെട്ട വിവരങ്ങൾ നശിപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിഴ ശിക്ഷ നൽകും. ആരാണ്? നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ. വിവരങ്ങൾ നൽകുന്നത് ഏതെങ്കിലും മാർഗത്തിലൂടെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വിവരങ്ങൾ നൽകുന്നത് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് 250 രൂപ. സമയപരിധിക്കുള്ളിലെ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാ സുഹൃത്തുക്കളെ? അത് 250 രൂപയാണ്. പരമാവധി ലഭിക്കുന്ന പിഴ 25,000 രൂപ. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ ദിവസം അടയ്ക്കണം. പരമാവധി എത്ര രൂപ വരെ വരും? 25,000 രൂപ വരെ വരും. പഠിക്കുക. ഇനി പിഴയും വിവരാവകാശ കമ്മീഷനും തമ്മിലുള്ള ബന്ധമാണ്. അതായത് വിവരാവകാശ കമ്മീഷൻ നൽകുന്ന പിഴകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ഇനി ഈ പിഴകൾ നൽകുന്നതും വിവരാവകാശ കമ്മീഷൻ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിഴ വിധിക്കുവാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷന് മാത്രമേ ഉള്ളൂ. അതായത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഴ വിധിക്കുവാനുള്ള അവകാശവും ആർക്കാണ്? വിവരാവകാശ കമ്മീഷന് മാത്രമേ ഉള്ളൂ. പരമാവധി വിധിക്കാൻ കഴിയുന്ന തുക 25,000 രൂപയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പരമാവധി വിധിക്കാൻ കഴിയുന്ന തുക 25,000 രൂപയാണ്. പിഴ കൂടാതെ അച്ചടക്ക നടപടികൾക്ക് ശുപാർശ ചെയ്യാനും നഷ്ടപരിഹാരം വിധിക്കുവാനും കമ്മീഷന് അധികാരമുണ്ട്.
പിഴ കൂടാതെ അച്ചടക്ക നടപടികൾക്ക് ശുപാർശ ചെയ്യുവാനും നഷ്ടപരിഹാരം വിധിക്കുവാനും ആർക്കാണ്? നമ്മുടെ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഈടാക്കുന്ന പിഴ സർക്കാരിന് ലഭിക്കുകയും നഷ്ടപരിഹാരം അപേക്ഷകന് ലഭിക്കുകയും ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഈടാക്കുന്ന പിഴ സർക്കാരിന് ലഭിക്കുകയും നഷ്ടപരിഹാരം അപേക്ഷകന് ലഭിക്കുകയും ചെയ്യുന്നു. കമ്മീഷന്റെ വിധിയിൽ എതിർപ്പുള്ള പക്ഷം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ റിട്ട് സമർപ്പിക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കമ്മീഷന്റെ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ നമുക്ക് റിട്ട് സമർപ്പിക്കാം. ഈ നിയമത്തിന്റെ കീഴിൽ ഉത്തമ വിശ്വാസ പ്രകാരം എടുത്ത ഏതെങ്കിലും ഒരു നടപടികളുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കേസ്, പ്രോസിക്യൂഷൻ നടപടി, മറ്റു നിയമ നടപടികൾ എടുക്കുവാൻ പാടില്ല. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചോളണേ. ഈ നിയമത്തിന്റെ കീഴില് ഉത്തമ വിശ്വാസ പ്രകാരം എടുത്ത ഏതെങ്കിലും ഒരു നടപടിയുടെ പേരില് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കേസ്, പ്രോസിക്യൂഷൻ നടപടികളും മറ്റു നിയമ നടപടികളും എടുക്കുവാൻ അവകാശമില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന ഉത്തരവുകൾക്ക് റിട്ട് മുഖേനയല്ലാതെ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിക്കേണ്ടത്. വിവരാവകാശ നിയമം നൽകുന്ന ഉത്തരവുകൾക്ക് റിട്ട് മുഖേനയല്ലാതെ കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നിലവിലുള്ള മറ്റു നിയമങ്ങളോ വിവരാവകാശം നൽകാൻ തടസ്സമാകാൻ പാടില്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അതുപോലെ നിലവിലുള്ള മറ്റു നിയമങ്ങളോ വിവരാവകാശം നൽകാൻ തടസ്സമാകാൻ പാടില്ല. ഇത്രയുമാണ് വിവരാവകാശ കമ്മീഷന് പിഴ ചുമത്തുവാനുള്ള അവകാശം എന്നുള്ള രീതിയിലും പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.